പാലാ സീറ്റിലെ പ്രതികരണത്തിൽ വിശദീകരണമായി മന്ത്രി റോഷി അഗസ്റ്റിൻ രംഗത്ത് വന്നു. ചെയർമാന്റെ സാന്നിധ്യത്തിൽ പാലയിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ വിവാദത്തിന് വഴിമരുന്നിട്ടത്. പാലയുടെ പേരിൽ തർക്കങ്ങൾ ഉണ്ടെന്ന് പ്രചരിപ്പിക്കുന്നത് അഭ്യൂഹങ്ങളാണ്. പാലയിലല്ല, എവിടെ മത്സരിച്ചാലും ജോസ് കെ മാണി വിജയിക്കുമെന്ന് റോഷി അഗസ്റ്റിൻ 24നോട്. ടോബി ജോൺസന്റെ റിപ്പോർട്ട് പാലയിൽ നിന്ന്. പാലായിൽ ജോസ് കെ മാണി മത്സരിക്കുമോ? അതാണ് ചോദ്യം. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രി റോഷി അഗസ്റ്റിനും അതുപോലെ തന്നെ ജോസ് കെ മാണി നടത്തിയ ആ പ്രതികരണങ്ങൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. എന്തായാലും ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മളോടൊപ്പം മന്ത്രി തന്നെ ചേരുന്നുണ്ട്. മിനിസ്റ്റർ, എന്താണ് ആക്ച്വലി സംഭവിച്ചത്? ഈ രണ്ട് പ്രതികരണങ്ങൾ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. കേരള കോൺഗ്രസിൽ വലിയ തർക്കം നിങ്ങൾ തമ്മിൽ നിൽക്കുന്നു എന്ന് പറയുന്നു. എന്താണ് ആക്ച്വലി സംഭവിച്ചത്? കേരള കോൺഗ്രസിൽ ഒരു തർക്കവും നിലനിൽക്കുന്നില്ല. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണിയാണ്. അദ്ദേഹം എടുക്കുന്ന തീരുമാനമാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. കൂട്ടായ ഉത്തരവാദിത്തമുള്ളൊരു പാർട്ടിയാണ്. വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചപ്പോൾ ഞങ്ങളെല്ലാം ഒരുമിച്ച് നിന്നാണ് അതിനെ അതിജീവിച്ചത്. ഇനിയും ഈ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും. എനിക്ക് തന്നെ മാനസികമായ ചില വിഷമമുണ്ടായി. വാർത്തകൾ കാണുമ്പോൾ, ചാനലിലെ ചില ചർച്ചകൾ കാണുമ്പോൾ അതിനൊന്നും ഇടം കൊടുക്കേണ്ട ഒരു കാര്യവും ഞാൻ രൂപപ്പെടുത്തുകയില്ല. എന്നെ പൊതുസമൂഹത്തിൽ അറിയാവുന്നവർക്കറിയാം. ഞാൻ എൻ്റേതായ രീതിയിൽ സംസാരിക്കും. അത് പാർട്ടിക്ക് അനുകൂലമായിട്ടും പാർട്ടി നിലപാടുകളോടും ചേർന്ന് നിന്ന് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ജോസ് കെ മാണിയെ പാർട്ടി ചെയർമാനായി അംഗീകരിക്കുന്ന കേരള കോൺഗ്രസിൻ്റെ പാർട്ടി നേതൃത്വത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞങ്ങളുടെ അകത്തൊരു വിള്ളലുണ്ടാക്കാനോ ഞങ്ങളെ തന്നെ സ്പ്ലിറ്റ് ചെയ്യിക്കാനോ ഞങ്ങളുടെ ആശയങ്ങളെ തമ്മിൽ മാറ്റി നിർത്താനോ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് കേരള രാഷ്ട്രീയത്തിലില്ല. ഞങ്ങളെല്ലാം ഒരുമിച്ചെടുക്കുന്ന തീരുമാനം, അത് പറയാനുള്ള അധികാരം അദ്ദേഹത്തിനാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് ഈ പാർട്ടിപരമായ നയപരമായ തീരുമാനങ്ങളിൽ പൊതുസമൂഹം അംഗീകരിക്കേണ്ടതും കേരള കോൺഗ്രസ് അണികൾ മനസ്സിലാക്കേണ്ടതും. കേരള കോൺഗ്രസ് അണികളിൽ പോലും വിഭ്രാന്തി ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഈ പ്രചാരണ പരിപാടി ഞങ്ങളുടെ പാർട്ടിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. അത് കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഒരു കാരണവശാലും ചെലവാവില്ല എന്നുള്ളതിനകത്ത് യാതൊരു സംശയവും വേണ്ട. ഈ കഴിഞ്ഞ ദിവസം മൈക്ക് തട്ടിപ്പറിച്ച് ആ ഒരു പ്രഖ്യാപനം നടത്തി, അത് ഒരു ചർച്ചയായി. പക്ഷെ അത് വലിയ അധികം നീളം. പക്ഷെ ഇന്നലെ നടത്തിയ പ്രഖ്യാപനം അത് കുറച്ചും കൂടി കടന്നുപോയോ? വരികൾക്കിടയിൽ വായിക്കില്ല. ഒരു വരികൾക്കിടയിലും വായിക്കില്ല. മൈക്ക് തട്ടിപ്പറിച്ചതല്ലോ. ഞാൻ ഒരു അവിടെ ഭൂപ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ചർച്ച പോകുന്നു. അതിന് മറുപടി പറയാനാണ് ഞാൻ മൈക്ക് മേടിച്ചത്. അത് കഴിഞ്ഞുള്ള ചോദ്യം വന്ന സമയത്തപ്പോഴാണ് ഞങ്ങൾ ഈ സന്ദർഭത്തിലാണ് ഈ വിഷയം ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പം എവിടെയൊക്കെ ആരൊക്കെ മത്സരിക്കും എന്നുള്ളതിനെക്കുറിച്ച് തീരുമാനിക്കും, അത് പാർട്ടി തീരുമാനിക്കും എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞ കാര്യം. സ്വാഭാവിക ജനങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ധാരണയും ഒരു പരസ്പര വിശ്വാസവും സ്നേഹവും ആദരവും ഒക്കെ ഉണ്ടല്ലോ. അപ്പം അദ്ദേഹം മത്സരിക്കണം, വിജയിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരാരും ഞങ്ങളെപ്പോലൊരു കേരള കോൺഗ്രസ്സുകാരുമില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ആ തീരുമാനം ഉചിതമായ സമയത്ത് എടുക്കും എന്ന് ചെയർമാൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകളോട് ഞാനും യോജിക്കുന്നു. അത്തരത്തിലുള്ള ഏതെങ്കിലും തല സംശയങ്ങളോ ഇടകളോ എവിടെയെങ്കിലും പാർട്ടി പ്രവർത്തകരിലോ പൊതുജനങ്ങളിലോ സമൂഹത്തിലോ മാധ്യമത്തിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്നിൽ നിന്നുണ്ടായത് വിഡ്രോ ചെയ്യണം. ഞാൻ സതുദ്ദേശത്തെ മാത്രം ലക്ഷ്യം വെച്ച് പറഞ്ഞതാണ്. എക്കാലത്തൊക്കെ ചെയ്തിട്ടുള്ളൂ. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആത്മാവ് കെ എം മാണിയാണ്. മാണി സാറിൻ്റെ പൈതൃകവും കെ എം മാണിയുടെ മകനും. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം. അദ്ദേഹത്തിൻ്റെ വിജയമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത് മാത്രമേ ഞങ്ങൾ സൂചിപ്പിക്കുന്നു. പാലായിൽ ജോസ് കെ മാണി മത്സരിക്കണമെന്ന് റോഷി അഗസ്റ്റിൻ പറയുമ്പോൾ അത് മത്സരിപ്പിച്ച് തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണെന്നുള്ള ആക്ഷേപം വരെ ഉയരുന്നുണ്ട്. എന്നെ ഇതുവരെ കണ്ടിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? അദ്ദേഹത്തോടൊപ്പം ഏതൊരു കാര്യത്തിലും എവിടെയും ഇന്ന് ഉച്ച കഴിഞ്ഞ് ജാഥയിൽ പങ്കെടുക്കാൻ പോകില്ലേ, അഭിമാനബോധത്തോട് വീണ്ടും പറയും അദ്ദേഹത്തിന് ഏത് സീറ്റിലും മത്സരിക്കാം. അദ്ദേഹം ആഗ്രഹിക്കുന്ന സീറ്റിന് അതാണുള്ളൊരു ലീഡർഷിപ്പ്. അതിലൊന്നും ഒരു പാർട്ടി നേതാക്കന്മാരും അണികളിലും രണ്ടഭിപ്രായം ചിന്തിക്കുന്നവർ കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് ഇല്ല. ഞങ്ങളുടെ ഐക്യബോധത്തെ തകർക്കാൻ അത് കണ്ടിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അതൊരിക്കലും സാധ്യമാകുന്നൊന്നല്ല. ഇനി വ്യക്തിപരമായി ഞാൻ പറഞ്ഞാൽ എൻ്റെ രാഷ്ട്രീയ പൊതുജീവിതം കെ എം മാണി സാറിലൂടെ ആരംഭിച്ചു തുടങ്ങിയത് ജോസ് കെ മാണിയിലൂടെ തുടരുന്നു. ജോസ് കെ മാണിയാണ് എൻ്റെ ലീഡർ. ഇന്നലെ പറഞ്ഞൊരു കോൺഫിഡൻസ് വേണം ഇത് പറയാൻ, അതോടൊപ്പം തന്നെ ഒരു നല്ല നേതൃത്വം വേണമെന്നൊരു വാക്കും കൂടി പറഞ്ഞു. അത് എന്തുദ്ദേശം? അല്ല, കോൺഫിഡൻസ് നമുക്ക് എന്തെങ്കിലും കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെല്ലാം പൊതുസമൂഹത്തിൽ ജോലി ചെയ്യുന്നത് ജനങ്ങൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള വിശ്വാസമാണല്ലോ. പൊതുസമൂഹം നമ്മൾ അങ്ങനെയല്ല ജോലി ചെയ്യുന്നത്. നമ്മളൊരു ജോലി ചെയ്യുമ്പം ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ പൊതുസമൂഹം അംഗീകരിക്കുന്നുണ്ട്. ആ ഒരു ആത്മവിശ്വാസം വേണ്ടേ? ആ കോൺഫിഡൻസ് ചെയ്യുന്നതുകൊണ്ടാണ് കേരള കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഞങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. ജോസ് കെ മാണി പാലയിൽ നിന്നാൽ മത്സരിച്ചാൽ വിജയിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അദ്ദേഹം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് സീറ്റിൽ നിന്നാലും ജയിക്കും. കേരള കോൺഗ്രസ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അദ്ദേഹവുമായി ആലോചിച്ച് അദ്ദേഹം മത്സരിക്കുന്ന ഏത് സീറ്റിലും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചു വരും. കോൺഗ്രസ് എപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. അതെല്ലാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിനെല്ലാം മറുപടി പാർട്ടി ചെയർമാൻ പറഞ്ഞിട്ടുണ്ട്. അത്തരം ചിന്തകൾക്കും ചർച്ചകൾക്കും ഇനി ആധാരമാക്കുന്നത് പാർട്ടി ചെയർമാൻ്റെ വാക്കുകളായിരിക്കും.
അതാണ് വ്യക്തത വരുത്തിയിരിക്കുന്ന 2 വാർത്താ സമ്മേളനങ്ങൾ, അതിലാണ് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായത്. എന്തായാലും ആ 2 കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള മറുപടി ഇപ്പോൾ റോഷി അഗസ്റ്റിൻ നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടം കൊണ്ട് ഈ പ്രശ്നം തീരുമെന്നും പ്രതീക്ഷിക്കുന്നു. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ഈ വിവാദത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിനുമായി സംസാരിച്ച ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് തത്സമയം ചേരുന്നുണ്ട്. ടോബി, ശരിക്കും ഒരു നമുക്ക് കണ്ടാൽ തോന്നും, കാരണം ജോസ് കെ മാണി ആ മൈക്ക് തിരിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ റോഷി അഗസ്റ്റിൻ കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് പറയാൻ പറഞ്ഞതുപോലെ നമുക്ക് തോന്നും ഈ ദൃശ്യങ്ങൾ കാണുന്നവർക്ക്. എന്നാൽ റോഷി അഗസ്റ്റിൻ തിരിച്ചൊരു നിലപാടെടുക്കുകയും ചെയ്യുന്നു. പറയും. തീർച്ചയായിട്ടും അങ്ങനെ കാണുന്നവർക്ക് അത് തോന്നിയേക്കാം. പക്ഷേ എന്തായാലും അവർ തമ്മിലുള്ള ബന്ധം അത് അല്പം അടുത്ത ബന്ധം തന്നെയാണ്. എന്തായാലും അതിനിടയിൽ മറ്റ് വിള്ളലുകളൊന്നും ഉണ്ടായിട്ടില്ല നിലവിൽ എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. യാതൊരു പ്രശ്നങ്ങളുമില്ല. അത് ആവശ്യമില്ലാതെ തെറ്റിദ്ധരിച്ച അല്ലെങ്കിൽ തെറ്റായി വ്യാഖ്യാനിച്ച് വാർത്തകൾ വന്നതാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. താൻ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പിൻവലിക്കാൻ തയ്യാറാണെന്ന് കൂടി റോഷി അഗസ്റ്റിൻ പറഞ്ഞു വെക്കുന്നു. തന്റെ ചെയർമാൻ ഇപ്പോഴും നേതാവ്, ലീഡർ ഇപ്പോഴും ജോസ് കെ മാണി തന്നെയാണ്. മാണിസാറിൽ നിന്ന് തുടങ്ങിയത് ജോസ് കെ മാണിയിലൂടെ തുടരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതായത് ഈ വിവാദങ്ങൾ അനാവശ്യമാണ്. പാലായിൽ നിന്നല്ല, എവിടെ മത്സരിച്ചാലും ജോസ് കെ മാണി വിജയിക്കും. അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ അദ്ദേഹം മത്സരിക്കണം. അതുതന്നെയാണ് സാധാരണ പ്രവർത്തകരുടെയും, മത്സരിച്ച് വിജയിക്കണമെന്നാണ് ഓരോ പ്രവർത്തകരുടെയും ആഗ്രഹം. അതുതന്നെയാണ് തന്റെയും ആഗ്രഹം എന്ന് പറയുന്നു അദ്ദേഹം. ഈ വിവാദവും, അതായത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ്, മുന്നണി വിടുമോ എന്നുള്ള ചർച്ച വലിയ സജീവ ചർച്ചയായിരുന്നു. അതിന് പിന്നാലെയാണ് പാലായിൽ ജോസ് കെ മാണി മത്സരിക്കുമോ എന്നത് സംബന്ധിച്ചുള്ള വിവാദം. എന്തായാലും ഈ 2 വിഷയങ്ങളിലും അദ്ദേഹം ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് 24-ലൂടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.